ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു അടിപൊളി സെയിൽ വീഡിയോയാണ്. അതുപോലെ തന്നെ നമ്മൾ സെയിൽ വീഡിയോ തന്നെയായിട്ട് ഉദ്ദേശിക്കുന്നതാണ് ചാനൽ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന എല്ലാ ചെടിപ്രേമികളും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെൽ ബട്ടൺ കൂടിയിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ അയക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടാനും വേഗം തന്നെ വാച്ച് ചെയ്യാനും അത് ഗുണകരമാവും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ബെൽ ബട്ടൺ കൂടിയിട്ട് മാർക്കല്ലേ. ഇത് കണ്ടിട്ട് കണ്ണിങ്ങനെ കുളിർമയാവുന്നുണ്ട് അല്ലേ, അല്ലെങ്കിൽ കണ്ണടിച്ചു പോകുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ബ്രൈറ്റ്നസ് ആണ് പൂക്കളിൽ വന്നിരിക്കുന്നത്. ഇത് ഭയങ്കര മനോഹരമായിട്ട് നമ്മളെ ആകർഷിക്കുന്ന ഒരു പൂവാണ് ബോഗൻവില്ല. ഇത് ഈ വർഷത്തെ അല്ല കേട്ടോ. ഞാൻ എടുത്ത് പറയാനായിട്ടുള്ളൊരു കാരണം, ഈ വർഷം നമുക്ക് ഭയങ്കരമായിട്ട് പൂക്കൾ കുറവാണ്. അത് എനിക്ക് മാത്രമല്ല, കസ്റ്റമേഴ്സൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നതാണ് പൂക്കൾ കുറവാണെന്നുള്ളത്. അത് നമ്മുടെയോ അല്ലെങ്കിൽ പ്ലാന്റിൻ്റെയോ പ്രശ്നം കൊണ്ടിട്ടല്ല. പ്ലാന്റിന് അനുയോജ്യമായിട്ടുള്ളൊരു ക്ലൈമറ്റ് ഇതുവരെ സെറ്റായിട്ട് വന്നിട്ടില്ല. ഒരു 15 ദിവസം കണ്ടിന്യൂ വെയിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നന്നായിട്ട് പൂക്കളായിട്ട് വരുള്ളൂ. ഈ വന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ഒക്ടോബർ കുറച്ചുകൂടെ ആയിട്ട് വെയിലുണ്ടായിരുന്നു. നവംബറിലൊക്കെ വെയിലുണ്ടെന്ന് പറഞ്ഞിട്ടും നമുക്ക് പൂക്കളിലേക്ക് എഫക്റ്റീവായിട്ടുള്ളൊരു വെയിൽ അങ്ങനെ വന്നിട്ടില്ല. ജസ്റ്റ് ആ ഒരു നമ്മുടെ ഓണ സമയത്തൊക്കെ കുറച്ച് വെയിൽ വന്നതല്ലാണ്ട് പൂക്കളിൽ കിട്ടുന്ന അല്ലെങ്കിൽ പൂക്കൾ നന്നായിട്ട് പൂക്കാൻ പാകത്തിനായിട്ടുള്ളൊരു വെയിൽ ഈ പ്രാവശ്യം കിട്ടിയിട്ടില്ല. അത് ഭയങ്കരമായിട്ട് നമ്മുടെ എന്താ പറയുക, ബോഗൻവില്ല ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അല്ലെങ്കിൽ ഈ ഒരു സീസണിൽ ചെടിക്ക് പൂക്കൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു വിഷമകരമായിട്ടുള്ള കാര്യമാണ്. കാലാവസ്ഥ നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ ഇരുന്ന് പ്രൊഡക്ഷനിലുള്ള പ്ലാന്റുകൾ അല്ലെങ്കിൽ കുറച്ച് മെച്യൂർ ആയിട്ടുള്ള പ്ലാന്റുകൾക്കൊക്കെ ഈ വർഷം നന്നായിട്ട് പൂക്കളുണ്ട്. നമുക്കാണെങ്കിലും ഈ പ്രൊഡക്ഷൻ വേഗം തന്നെ കയറ്റാനായിട്ട് പറ്റില്ല. നമ്മൾ വാങ്ങിക്കുന്നതാണ് കേട്ടോ മെയിനായിട്ടും. അപ്പോൾ അവിടെയും പറയുന്നത് അതിനൊരു ടൈമിംഗ് ഉണ്ട്. നമ്മുടെ ആ മഴ അങ്ങോട്ട് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്കിത് പ്രൊഡക്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു 1000 തൈകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് 100 എണ്ണം പോലും പിടിക്കില്ല എന്നാണ് അവിടെ നിന്ന് പറയണത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മാത്രമാണ് ഈ ബോഗൻവില്ലയ്ക്ക് പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ നമ്മുടെ ചെടികളിൽ ഈ ഒരു വർഷം നന്നായിട്ട് പൂക്കളുടെ കുറവുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബ്ലൂമിങ് ബൂസ്റ്റേഴ്സൊക്കെ ആഡ് ചെയ്തോളൂ. ഫെർട്ടിലൈസറൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഓവർ ഫെർട്ടിലൈസർ വേഗം തന്നെ റിസൾട്ട് കിട്ടാനായിട്ട് ഓവർ ഫെർട്ടിലൈസർ ചെയ്യരുത്. ഓവർ ഫെർട്ടിലൈസർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് ചീത്തയായി പോകും. എന്താണെങ്കിലും എത്ര ക്വാണ്ടിറ്റി ആണെങ്കിലും നമ്മൾ വാങ്ങിക്കുന്ന ഫെർട്ടിലൈസറിൻ്റെ ബാക്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി എഴുതും. അതനുസരിച്ചിട്ട് അതിൻ്റെ അളവ് കുറച്ച് ഉപയോഗിച്ച് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുക കേട്ടോ. കൂടുതലെന്നല്ല, ടൈം ഗ്യാപ്പ് വേണേ. മിനിമം ഒരു 10 ദിവസമെങ്കിലും ടൈം ഗ്യാപ്പ് വേണം കേട്ടോ. ഇതൊക്കെ അത്യാവശ്യം നമ്മൾ നന്നായിട്ട് പൂക്കളായിട്ട് സെയിൽ ചെയ്തുകൊണ്ടിരുന്ന പൂക്കളാണ്. അതുപോലെ തന്നെ ഒരു സൈസിലുള്ളതാണ്. ഈ വർഷം നമുക്ക് ഒരുപാട് കുറവാണ് പൂക്കൾ. അപ്പോൾ അതുകൊണ്ട് അതൊരു എന്താ പറയുക, നമുക്കിങ്ങനെ വീഡിയോസൊക്കെ കാണുമ്പോഴേക്കും ഭയങ്കരമായിട്ട് വിഷമമാണ് പൂക്കൾ കുറയുന്നതുകൊണ്ട്. ശരിക്കും ഇത് ഇവിടെ നിന്നിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണോ എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ വീഡിയോ കാണുമ്പോഴേക്കും അത്ഭുതം വരാറുണ്ട് കേട്ടോ എനിക്ക്. കാരണം അത്രയ്ക്ക് കംഫർട്ടായിരുന്നു ആ സമയത്തെ പ്ലാന്റുകളൊക്കെ നമുക്ക് കൈ കിട്ടുമ്പോഴേക്കും. ഭയങ്കര ഒരു കസ്റ്റമേഴ്സിനാണെങ്കിലും ഒരു ഇങ്ങനെ പൂക്കളായിട്ട് കിട്ടുമ്പോഴേ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ഈ വർഷം എന്താണോ അതങ്ങനെ അത്രയ്ക്ക് വെയിൽ കിട്ടുന്നില്ല. ഇപ്പോഴും യൂഷ്വലി മഴ തന്നെയാണല്ലോ. ഈ ഒരു സമയത്ത് നമുക്ക് മഴ അങ്ങനെ വിട്ട് മാറിയിട്ടില്ല. അല്ലെങ്കിൽ വെയിൽ സ്ട്രോങ് ആയിട്ടൊരു 8 hours കിട്ടുന്ന രീതിയിൽ വെയിൽ വന്നിട്ടില്ല. ഒരു 10-11 മണിക്കൊക്കെ വെയിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 3 മണിയോട് കൂടിയിട്ടൊക്കെ അത് മറ്റെന്താണ് ഡിമ്മായിട്ടുള്ള വെയിലാണ് വരുന്നത്. നല്ല ഹാർഡായിട്ടുള്ളൊരു വെയിലും വന്ന് തുടങ്ങിയിട്ടില്ല. ഇൻ കേസ് ജനുവരിയൊക്കെ ആകുമ്പോഴേക്കും സെറ്റാവും. പിന്നെ ഇപ്പോൾ മഞ്ഞും കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ആയിരിക്കണം മേ ബി ഇങ്ങനെ പൂക്കളുടെ ഒരു കുറവ് വരണത്. അപ്പം വെള്ളം പിന്നെ കുറച്ച് ഉപയോഗിച്ചാൽ മതി കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു വെയിൽ ഇല്ലെങ്കിലും നമ്മുടെ ക്ലൈമറ്റ് ഇങ്ങനെ ഒരു കൂളായതുകൊണ്ട് ഒരുപാട് ഡ്രൈ ആവുന്നില്ല പ്ലാന്റ്. ഇവിടുത്തെ പ്ലാന്റുകളാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും കുറേശ്ശെ വെള്ളം ഒഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ 1-2 ഒഴിച്ചാലും മതി. ഡ്രൈ ആവുന്നില്ല മണ്ണ്, അല്ലെങ്കിൽ പ്ലാന്റ് ഉണങ്ങുന്നില്ല, ഇങ്ങനെ തളർന്ന് നിൽക്കുന്നില്ല. അങ്ങനെ പ്ലാന്റ് ജസ്റ്റ് ഒന്ന് തളർന്ന് നിൽക്കുന്ന അവസ്ഥയിൽ മാത്രം വെള്ളം കൊടുത്താൽ മതി കേട്ടോ. വളരെ കുറച്ച് വാട്ടർ മാത്രമേ കൊടുക്കാവുള്ളൂ, കൂടുതൽ വെള്ളം കൊടുക്കരുത്. പിന്നെ നമ്മുടെ പ്ലാന്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു പ്ലാന്റ് ആണെങ്കിലും ഹാങ്ങിങ്ങിന് ഓക്കെയാണ് കേട്ടോ. നമ്മൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നമ്മൾ കട്ട് ചെയ്ത് ഹാങ്ങിങ്ങിൻ്റെ മെത്തേഡിൽ വളർത്തുക എന്നുണ്ടെങ്കിൽ ഏതൊരു പ്ലാന്റും നമുക്ക് ഹാങ്ങിങ്ങിന് ഓക്കെയാണ്. ഹാങ്ങിങ് പോട്ടുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റീപോട്ടിങ് എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്, റീപോട്ടിങ് ശ്രദ്ധിക്കണം എന്നുള്ളത്. കാരണം കിട്ടുമ്പോൾ തന്നെ ഇങ്ങനെ കസ്റ്റമേഴ്സ് വേഗം തന്നെ അവരുടെ വീട്ടിൽ വെച്ചിട്ടുള്ള ബാക്കിയുള്ള ചെടിച്ചട്ടിയുടെ അതേ കളറിനകത്തേക്ക് റീപോർട്ട് ചെയ്യുമ്പോൾ അശ്രദ്ധമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ പ്ലാന്റ് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ കൊറിയർ കാശ് കൂടുതലായിട്ട് 5 kg പോട്ട് അങ്ങനെ തന്നെ അയക്കണതിൻ്റെ മെയിൻ കാരണം ഇവിടെ നിൽക്കുന്ന അതേ രീതിയിൽ അതേ ഹെൽത്തോടു കൂടി നിങ്ങൾക്ക് കിട്ടാനും അങ്ങനെ ആസ്വദിക്കാനും കാണാനൊക്കെ ആയിട്ടാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. റിപ്പോർട്ട് ചെയ്യുമ്പം നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ.
നമ്മളിവിടുന്ന് പ്ലാന്റ് അയക്കണത് 5 kg പോട്ട് തന്നെയാണ്. ചിലതൊക്കെ 4 kg ആണ്. നമ്മളിത് പ്രത്യേകം മെൻഷൻ ചെയ്യാറുണ്ട് 4 kg ആണെന്നുള്ളത്. ഇതാട്ടോ ശരിക്കും റൂബിയുടെ ഒരു കളറ്. ഞാനത് എടുത്ത് പറഞ്ഞു എന്നുള്ളൂ. കാരണം റൂബി റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പർപ്പിൾ കളറാണ്, ബീട്രൂട്ടിൻ്റെ കളറാണ് കേട്ടോ. അതൊന്ന് എടുത്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ പാകത്തിന് പറഞ്ഞതാണ് കേട്ടോ. അല്ലെങ്കിൽ അത് ഒരുപാട് കൺഫ്യൂഷൻ വരുന്നുണ്ട്. റൂബി റെഡ് എന്ന് പറഞ്ഞിട്ടും പർപ്പിൾ കളറ് ബീട്രൂട്ടിൻ്റെ കളറാണ് കേട്ടോ. സൂഫിയ ഇന്ത്യാനയുടെ പൂവാണ് ഇത്. ഒറിജിനൽ ഞാൻ എടുത്തിരിക്കുന്ന ഫോട്ടോസാണ് കേട്ടോ. കാരണം ഒരുപാട് ഡ്യൂപ്ലി ഇറങ്ങുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് ഒറിജിനൽ എന്ന് മെൻഷൻ ചെയ്തിട്ട് സെയിലാക്കുന്നത്. ഇത് സൂഫിയ ഇന്ത്യാനയുടെ കവർ പാക്കറ്റുകൾ അവൈലബിൾ ആണ്. സൂഫിയ ഇന്ത്യാനയ്ക്ക് ഫസ്റ്റ് തന്നെ ഇങ്ങനെ വൈറ്റ് കളറായിട്ടാണ് വരണത്. അതിനുശേഷമാണ് അത് 3 കളറിനകത്തേക്ക് ചേഞ്ചായി വരണത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഫ്ലവർ ആയിട്ടുള്ള സൂഫിയ ഇന്ത്യാനയുടെ ഈ സൈസുള്ള പ്ലാന്റുകൾ, ഫ്ലവർ ആയിട്ടുള്ളതും ഫ്ലവർ ആവാത്തതുമായിട്ടുള്ള കവർ സൈസ് അവൈലബിൾ ആണ്. കവർ എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ കവറല്ല, 2.5 kg 3 kg വെയിറ്റിൽ വരുന്ന മെച്യൂർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അതായത് പോട്ടിനകത്തേക്ക് ചേഞ്ച് ചെയ്യാൻ പാകത്തിന് സൈസിലായിട്ടുള്ള കവറുകളാണ് നമുക്ക് സൂഫിയ ഇന്ത്യാനയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. വളരെ കുറച്ച് ഒരു 10-12 പീസുകളുള്ളൂ. അതുകൊണ്ടാണ് അതൊന്ന് എടുത്ത് പറയാനായിട്ടുള്ളൊരു കാരണം. ഇതിനി ചേഞ്ച് ആവും കേട്ടോ, 3 കളറിനകത്തേക്ക് ചേഞ്ച് ആയിട്ട് വരുവേ. നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് 5 kg പോട്ടാണ്. 5 kg പോട്ട് അയക്കാനായിട്ടുള്ളൊരു മെയിൻ കാരണം ഒരു 20 പ്ലാന്റുകൾ നമ്മൾ അത് മാറ്റി ചെറിയ പോട്ടിൻ്റെ അകത്തേക്ക് വെച്ച് എത്ര സേഫാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും, അതുപോലെ തന്നെ വേറെ കവറിൻ്റെ അകത്തേക്ക് ആക്കിയിട്ടുണ്ടെങ്കിലും ഒന്നെങ്കിൽ ഇവിടുന്ന് സേഫായിട്ട് അയക്കാൻ പറ്റും. നിങ്ങളത് റീപ്പോർട്ട് ചെയ്യുമ്പോഴേക്കും പ്രശ്നം വരും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാക്കിംഗ് വീഡിയോ ഒക്കെ കാണിച്ച് ഹെൽത്ത് ആയിട്ടുള്ള പ്ലാന്റുകളെല്ലാം അയച്ചു തരും. അത് കൊറിയറിനകത്ത് എടുത്ത് വലിച്ചെറിഞ്ഞ് അല്ലെങ്കിൽ അവിടെ തട്ടി അല്ലെങ്കിൽ റഫായിട്ട് അങ്ങനെ പെരുമാറി, കൊറിയറൊക്കെ അങ്ങനെ എത്ര നമ്മൾ ലൈവ് പ്ലാന്റ്സ് ഒന്നും ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും കെയർലെസ് ആയിട്ട് തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും പ്ലാന്റുകൾക്ക് പ്രശ്നങ്ങൾ വരുന്നുള്ളത് കൊണ്ടാണ് നമ്മൾ 5 kg പോട്ട് തന്നെ അയക്കണത്. 5 kg പോട്ട് എന്ന് പറയുമ്പം വലിയ കൊറിയർ കാശൊന്നും അല്ല. നമ്മൾ 1 കിലോ പ്ലാന്റ് അയക്കണതിന് നമുക്ക് ഒരു 80 രൂപ മുതൽ 100 രൂപ വരെയാണ് നമുക്ക് കാശ് വരുന്നത്. നോർമൽ പ്ലാന്റ് എല്ലാം മണ്ണായിട്ട് ബൊഗൻവില്ല അയക്കുന്നതുകൊണ്ട് ഈ ഒരു വെയിറ്റ് ആണ്. അപ്പോൾ അതിന് വിത്ത് പോട്ട് അങ്ങനെ തന്നെ ബോക്സ് ആക്കി അയക്കണേന്ന് 280 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചോളുക. അതിനാണ് നമ്മൾ വിത്ത് പോട്ട് തന്നെ അയക്കുന്നത്. ഇത് നമ്മുടെ യെല്ലോ വാട്ടർമെലോൺ കിസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അതിൻ്റെ യെല്ലോ പ്ലാന്റിൻ്റെയും കവർ പാക്കറ്റ് അവൈലബിൾ ആണ്. ഇത്രയും വലിയ മെച്യൂർ പ്ലാന്റ് ആണ് കേട്ടോ. ഇതുണ്ടോ, നല്ല പൂക്കളായിട്ടുണ്ട്. അപ്പോൾ കവർ പാക്കറ്റ് ഉള്ളത് ഞാനൊന്ന് എടുത്തെടുത്ത് പറയണതാണ്. മറ്റ് പോട്ടിനേക്കാളും കുറച്ച് റേറ്റ് കുറവാണ്, അതുകൊണ്ട് ഞാനൊന്ന് എടുത്ത് പറയണതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് റീപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളൊരു സൈസ് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളിത് പോട്ടിൽ നിന്ന് റീപ്പോർട്ട് കവറിനകത്തേക്ക് മാറ്റാതെ കവറിൽ തന്നെ വളർന്നു വന്നതായതുകൊണ്ട് നമുക്ക് സേഫായിട്ട് അയക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് പെറ്റ് സർവീസ് ഉണ്ട്. പെറ്റ് സർവീസ് വണ്ടികൾ നമ്മൾ വീക്കിലി മാക്സിമം 3 days ഉണ്ട്. അത് കേരളത്തിലെ എല്ലാ സ്ഥലത്തും നമ്മൾ എത്തിച്ചു കൊടുക്കുന്ന രീതിയിൽ ഒരുപാട് സർവീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വളരെ സേഫാണ്. പ്ലാന്റുകൾക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ ബാംഗ്ലൂർ, ചെന്നൈ തൊട്ടടുത്തുള്ള മെയിൻ സിറ്റികളിലെല്ലാം തന്നെ അത് ഉപയോഗിക്കാൻ പറ്റും. ഇത് നമ്മുടെ വീര പിങ്കിൻ്റെ അടിപൊളി വലിയ സൈസുള്ള കുറച്ച് പോട്ടുകൾ വന്നിട്ടുണ്ട്. ഇതാണ് പ്ലാന്റിൻ്റെ കളറ്. നല്ലൊരു ഇങ്ങനെ ലെയറായിട്ട് വൈറ്റ് മിക്സിങ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ്. ഈ സൈസിലായിട്ടുള്ളൊരു വീര പിങ്കിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്രയും വലിയ പ്ലാന്റുകളാണ്. 5 kg പോട്ടാണ്. എല്ലാം പ്രൂൺ ചെയ്ത് വിട്ടേക്കാണ് കേട്ടോ. കാരണം നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം പ്രൂൺ ചെയ്ത് വിട്ടിട്ടുള്ളൂ. ഫ്ലവേഴ്സ് ആയിട്ടില്ല. വലിയ സൈസാണ്. ഒരു 10-15 ഇത് മൊത്തം വീരപ്പിങ്ക് അല്ല കേട്ടോ. ഒരു 10-15 എണ്ണേ ഉള്ളൂ. അപ്പോൾ കളർ അതൊരു സ്പെഷ്യൽ കളറാണ് കേട്ടോ. വൈറ്റുമായിട്ട് മിക്സ് ആയിട്ട് വന്നുകൊണ്ട് നോർമൽ ഒരു ലാവൻഡറും അല്ല പിങ്കും അല്ലാത്തൊരു കളറായിട്ടാണ് കേട്ടോ വീരപ്പിങ്ക് അവൈലബിൾ ആണ്. പിന്നെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമേഴ്സ് ആദ്യമായിട്ട് ഈ ഒരു വീഡിയോയെ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള 1-2 വീഡിയോസൊക്കെ ഒന്ന് കാണണം കേട്ടോ. അപ്പോഴാണ് ഓൾമോസ്റ്റ് കിട്ടുള്ളൂ. കാരണം എല്ലാ കാര്യങ്ങളും നമുക്കൊരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താനായിട്ടുള്ള ടൈം ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ബ്രസ്സയുടെ ഒറിജിനൽ ബ്രസ്സ കളറാണ് കേട്ടോ. എൻ്റെ അടുത്ത് കസ്റ്റമേഴ്സ് അരുണയും ബ്രസ്സയും തമ്മിലുള്ള ഡിഫറൻറ്റ് ചോദിച്ചിരുന്നു. അത് കാണിക്കാനായിട്ടാണ് ഈ ഒരു വീഡിയോ ആഡ് ചെയ്തേക്കുന്നത്. ഇതാണ് അരുണയുടെ ഫ്ലവർ കേട്ടോ. അതായത് വലിയ വ്യത്യാസമൊന്നുമില്ല. നല്ല വെയിലത്ത് നിൽക്കുമ്പോഴാണ്, ഷെയ്ഡിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ ഒരു കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡ് കയറി വരുന്നുണ്ട്. അപ്പോൾ ബ്രസ്സയുടെ കളർ ശ്രദ്ധിച്ചല്ലോ. ഇതാണ് അരുണയുടെ കളർ കേട്ടോ. അപ്പോൾ ഇനി അരുണയുടെ സെയിൽ ചെയ്യുന്ന പോട്ടിൻ്റെ സൈസ് ഓൾറെഡി കാണിച്ചിരുന്നു വീഡിയോയിൽ. ഒന്നുകൂടെ എടുത്ത് കാണിക്കാം. ഈ ഒരു സൈസ് ഉള്ളതാണ് കേട്ടോ. 5 kg പോട്ടാണ്. ഈ ഒരു സൈസുള്ള പ്ലാന്റുകളാണ് നമുക്ക് അരുണയ്ക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. എല്ലാം തന്നെ നല്ല വലിയ പോട്ടുകളാണ് കേട്ടോ. നിങ്ങൾക്കത് വീഡിയോയിൽ വിസിബിളാന്ന് തോന്നുന്നുണ്ട്. അത്രയ്ക്ക് നല്ല സൈസായിട്ടുള്ള പോട്ടുകളാണ് നമുക്ക് അരുണയ്ക്കും വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, സ്റ്റാർട്ടിങ് ഇങ്ങനെ തന്നെ ഇരിക്കും. ബ്രസ്സയല്ല, എന്നാൽ ബ്രസ്സയായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ അരുണ. ഒരു പുതിയ വെറൈറ്റി വന്നേക്കണതാണ്. ഫസ്റ്റ് വന്നിട്ടുള്ള ഒരു പുതിയ വെറൈറ്റിയാണ്. നല്ല അടിപൊളി സൈസായിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. അരുണ പീച്ച് എന്നാണ് ഇതിൻ്റെ പേര്. ഇത്രയാണ് കേട്ടോ സ്റ്റോക്കുള്ളൂ. അരുണ പീച്ച് ഇത്രയാണ് സ്റ്റോക്കുള്ളൂ.
അരുണ പീച്ചിൻ്റെ സെയിൽ ചെയ്യുന്ന സൈസാണ് കേട്ടോ. 5 kg പോട്ട്, ഇതാണ് സൈസ്. ഇത് ജെയ്ഡിൻ്റെ റെഡിഷ് ഓറഞ്ച് കളറായിട്ടുള്ള ജെയ്ഡ് വൈനിൻ്റെ ഒരു 3 പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അന്ന് വന്നിട്ടുള്ള സൈസിലുള്ള ഒരു 3 പ്ലാന്റ് മാത്രമാണ് സ്റ്റോക്കുള്ളൂ കേട്ടോ. അപ്പോൾ സൈസ് ഇതാണ്. ഇത്രയും വലിയ ഇവിടെ നമ്മുടെ നാട്ടിൽ പ്രൊഡക്ഷൻ ചെയ്ത് വന്നിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഇത് പുറമേന്ന് വന്നിട്ട് നമ്മുടെ നാട്ടിൽ പിടിക്കുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ള പ്ലാന്റാണ്. മണൽ ഒക്കെ ആയിട്ട് മിക്സിംഗ് ആയിട്ട് ഇതേ പോട്ടോടുകൂടി തന്നെയാണ് നമ്മൾ അയക്കുന്നത്. അപ്പോൾ ഈ സൈസിലുള്ള 3 പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് ജെയ്ഡ് വൈൻ്റെ കേട്ടോ. ജെയ്ഡ് വൈൻ വേണ്ട ആളുകൾ പ്രത്യേകിച്ച് ജെയ്ഡ് വൈൻ തന്നെ ചോദിക്കുക. ഈ സെയിം കാണിക്കാൻ വേണ്ടി തന്നെ കേട്ടോ, അതിൻ്റെ ആക്ച്വൽ ഇത് കാണിക്കണം, ഒന്നും ഇതല്ല. ഇതേ സൈസുള്ള 3 പ്ലാന്റുകൾ, നല്ല വെൽ മെച്യൂർ പ്ലാന്റാണ്. വിത്ത് പോട്ടാണ്. പോട്ടിന് അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട്. മണ്ണിൽ മാത്രമാണ് കേട്ടോ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പോൾ നല്ല പൂക്കളൊക്കെ സീസണിൽ ഉണ്ടാവുന്ന പ്ലാന്റാണ് ജെയ്ഡ് വൈൻ. യൂഷ്വലി പറയുന്ന പോലെ ഒരു 75 വെറൈറ്റികൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ബൊഗൻവില്ല ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പ് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാറ്റലോഗ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കാറ്റലോഗ് എന്ന് ചോദിക്കുക. കോമ്പോസൊക്കെ ഓൾമോസ്റ്റ് ഓരോ കോമ്പോസും അതേ വീക്കിൽ തന്നെ തീരാറുണ്ട്. ഇൻ കേസ് സ്റ്റോക്കുള്ള കോമ്പോസ് ആണെങ്കിൽ നമ്മളത് കൊടുക്കാറുണ്ട് കേട്ടോ. അടർണ മഹാറാണിയുടെ ഒക്കെ കോംബോ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഒരുപാട് നമ്മൾ സെയിൽ ചെയ്തിരുന്നു. ഒരുപാട് കസ്റ്റമേഴ്സിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ആ ഒരു കോംബോ. അപ്പോൾ ആ ഒരു കോംബോയൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വാട്സപ്പ് വഴി കോൺടാക്ട് തരുന്നതാണ്. നിങ്ങൾ മാക്സിമം കോളുകൾ ഒഴിവാക്കുക. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരാഴ്ചയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.